Welcome guys, welcome back to IMMU'S lecture. So നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്. നമ്മുടെ സെൽസുകൾ, നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ സെൽസുകൾ നമുക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ സെൽസ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സെൽസ് ഏതൊക്കെയാ? ടി സെൽസ് ആവട്ടെ, ബി സെൽസ് ആവട്ടെ. സോ ഈ ടി സെൽസും ബി സെൽസുകളും ഇവര് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവര് നമുക്കെതിരെ, നമ്മുടെ ബോഡിക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് ദ നോൺ സെൽഫ് ആന്റിജൻസ്, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് സെൽഫ് ആന്റിജൻസ്. സോ ഈ ഒരു കേസിൽ ഇവർക്ക് സെൽഫിനെയും നോൺ സെൽഫുകളെയും, സെൽഫ് ആന്റിജൻസ് ആണോ അതോ നോൺ സെൽഫ് ആന്റിജൻസ് ആണോ എന്ന് ഇവർക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കേസാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആൻഡ് വിച്ച് ക്യാൻ ലീഡ് ടു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. So autoimmunity is of two types, organ specific and systemic. Organ specific എന്ന് പറയുമ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ഒരു പർട്ടിക്കുലർ ഓർഗൻ സ്പെസിഫിക് ആയിരിക്കും, ഒരു ടാർഗറ്റ് ഓർഗൻ സ്പെസിഫിക് ആയിരിക്കും. സോ ഇവര് പർട്ടിക്കുലർ ഓർഗൻ സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു. ആൻഡ് വിച്ച് ക്യാൻ ലീഡ് ടു HMI, CMI, ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ആൻഡ് റിസൾട്ട് ഇൻ ദ damage to the particular organ, damage to organ. Okay, ആ പർട്ടിക്കുലർ ടാർഗറ്റ് ഓർഗൻസിനെതിരെ HMI അല്ലെങ്കിൽ ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വഴി ആ ഓർഗൻസുകൾക്ക് ഡാമേജ് ഉണ്ടാകും. ആൻഡ് ദ നോർമൽ ഫങ്ഷൻസ് ഓഫ് ടാർഗറ്റ് ഓർഗൻ അവിടെ നടക്കത്തില്ല. ദാറ്റ്സ് ദ റോൾ ഓഫ് ഓർഗൻ സ്പെസിഫിക്. ഇൻ കേസ് ഓഫ് സിസ്റ്റമിക് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് പർട്ടിക്കുലർ ഓർഗൻ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ബ്രോഡ് പക്ഷെ ഇത് ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ടാർഗറ്റ് ആന്റിജൻസിനെതിരെ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഓർഗൻസ്, ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് ഓർഗൻസ് ഇവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്, നമ്പർ ഓഫ് ടിഷ്യൂസ് ഇവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ഡിഫക്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇമ്മ്യൂൺ റെഗുലേഷൻസിന് ഒരു ജനറൽ ഡിഫക്റ്റ് ആണ് സിസ്റ്റമിക് റെസ്പോൺസിനകത്ത് സംഭവിക്കുന്നത്. ഇവിടെ ടിഷ്യൂ ഡാമേജ് റിസൾട്ട് ചെയ്യും, ടിഷ്യൂ ഡാമേജ്. ആൻഡ് ദിസ് ടിഷ്യൂ ഡാമേജ് വരുത്താനായിട്ട് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസുകൾക്കും സാധിക്കും ആൻഡ് ഓൾസോ ഫ്രം ദ ഓട്ടോ ഇമ്മ്യൂണിറ്റിക്കും സാധിക്കും. സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ടി സെൽസ് ആണ് ഇൻവോൾവ് ആവുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറയുന്നത് അവിടെ ബി സെൽസ് ആണ് ഇൻവോൾവ് ആവുന്നത്. സോ ഇറ്റ്സ് ഓൾസോ ഫ്രം അക്യുമുലേഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സസ്. ഓക്കെ, സോ ഓർഗൻ സ്പെസിഫിക്കലി ഇൻവോൾവ് ആവുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ ഫസ്റ്റ് വൺ ഹാഷിമോട്ടോസ് തൈറോയിഡിറ്റിസ് ആണ്. So first one is Hashimoto's thyroiditis. So ഈ Hashimoto's thyroiditisൽ ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഹ്യൂമൻസിൽ കാണുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ആൻഡ് ഇവിടെ ഈ Hashimoto's thyroiditisൽ TH1 സെൽസുകളും ഇൻവോൾവ് ആവുന്നുണ്ട്, ഓട്ടോ ആന്റിബോഡീസ് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ TH1 സെൽസ് ഇൻവോൾവ് ആവുന്നുണ്ട്, ഓട്ടോ ആന്റിബോഡീസ്. സോ ഇവർ രണ്ടുപേരും ഇവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും വന്നിട്ട് ഓട്ടോ ആന്റിബോഡീസുകളും TH1 സെൽസുകളും ഇവർ രണ്ടുപേരും നമ്മുടെ തൈറോയിഡ് പ്രോട്ടീൻസുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. തൈറോയിഡ് ഗ്ലാൻസിനകത്തുള്ള തൈറോയിഡ് പ്രോട്ടീൻസുമായിട്ട് ഇവർ വന്ന് ബൈൻഡ് ചെയ്യും. ദിസ് തൈറോയിഡ് പ്രോട്ടീൻസസ് ക്യാൻ ബി തൈറോഗ്ലോബുലിൻ, സോ ഓട്ടോ ആന്റിബോഡീസുകൾ വന്നിട്ട് തൈറോഗ്ലോബുലിൻ അല്ലെങ്കിൽ തൈറോ പെറോക്സിഡേസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്യും. ദ ക്യാൻ ബി സീൻ ഇൻ തൈറോയിഡ് ഗ്ലാൻസ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻസിലുള്ള ഈ പ്രോട്ടീൻസുമായിട്ട് ഈ ആന്റിബോഡീസുകൾ വന്ന് അറ്റാച്ച്ഡ് ആകും. ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? അയൺസിനെ അപ്ടേക്ക് ചെയ്യുക എന്നതാണ്. അയൺ അപ്ടേക്ക് ആണ് ഈ പറഞ്ഞ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ. പക്ഷെ ഈ ആന്റിബോഡീസുകൾ ഇവിടെ വന്ന് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നടക്കത്തില്ല. സോ അയഡിൻ അപ്ടേക്ക് അവിടെ ഇന്റർഫിയർ ആകും. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻ വെൻ ദിസ് ആന്റിബോഡീസ് ഗെറ്റ് ബൈൻഡ് വിത്ത് ദിസ് തൈറോയിഡ് പ്രോട്ടീൻസ്. സോ അങ്ങനെ തൈറോയിഡ് ഫംഗ്ഷൻ ഡിക്രീസ്ഡ് ആവും. Also can lead to hypothyroidism, that is the thyroid hormone production കുറയും, that is the hypothyroidism. So this can also lead to delayed type of hypersensitivity, DTH can also lead ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ ഒരു പ്രോട്ടീൻസിലേക്ക് ഒരുപാട് സെൽസുകൾ വന്ന്
infiltration of thyroid glands by multiple proteins. So this thyroid glands can be infiltrated by multiple cells like macrophages, lymphocytes, plasma cells. അങ്ങനെ പല ആൾക്കാരും വന്നിട്ട് ഈ ഒരു പ്രോട്ടീൻസുമായിട്ട് വന്നിരിക്കും. അങ്ങനെ ഇൻഫ്ലമേഷൻ ലീഡ് ചെയ്യും. സോ ഇൻഫ്ലമേഷൻ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഗോയിറ്ററിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ വിസിബിൾ എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്സ്. സോ സെക്കൻഡ് ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ് ആണ്. ആൻഡ് ഇവിടെ ഇൻവോൾവ് ആവുന്ന സെൽസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ടി സെൽസുകളായിരിക്കും. ആൻഡ് ടി സെൽസുകൾ വന്നിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ സെൽസുകളിൽ വന്നിരിക്കും. ടി സെൽസ് ആണ്, ടി സൈറ്റോടോക്സിക് സെൽസ് ആണ്. ദാറ്റ് സെൽസസ് വന്നിട്ട് ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസിൽ വന്നിരിക്കും. അപ്പോൾ അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും. കാരണം ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസിൽ നിന്നാണ് നമുക്ക് ഇൻസുലിൻ കിട്ടുന്നത്. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും. ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ? ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ലെവൽസ് കൂടും. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അവിടെ കൂടും. ബിക്കോസ് ഇൻസുലിൻസ് ഇവിടെ എത്തത്തില്ല. ഇൻസുലിൻ എത്തിക്കഴിഞ്ഞാലാണ് ആ ഗ്ലൂക്കോസുകൾ അപ്ടേക്ക് ചെയ്ത് ലിവറിൽ കൊണ്ട് വെക്കുള്ളൂ. പക്ഷെ ഇൻസുലിൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. സോ ഓൾസോ ഈ ടി സെൽസുകൾ, ഈ ടി സൈറ്റോടോക്സിക് സെൽസുകൾ അവർ മാക്രോഫേജസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ബൈ റിലീസിങ് സം സൈറ്റോകൈൻസ് റിലീസ് ചെയ്ത് അവർ മാക്രോഫേജസുകളെ ആക്ടിവേറ്റ് ചെയ്യും. മാക്രോഫേജസുകളെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് ലൈറ്റിക് എൻസൈംസ് റിലീസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ടി സൈറ്റോടോക്സിക് സെൽസുകൾ കുറച്ച് സൈറ്റോകൈൻസ് റിലീസ് ചെയ്ത് മാക്രോഫേജസുകളെ ആക്ടിവേറ്റ് ചെയ്യും. മാക്രോഫേജസുകൾ പിന്നെ അവർ കുറച്ച് ലൈറ്റിക് എൻസൈംസ് റിലീസ് ചെയ്തിട്ട് ബി സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് ബി സെൽസുകൾ പ്ലാസ്മ സെൽസുകളെ പ്രൊഡ്യൂസ് ചെയ്ത് ആന്റിബോഡി പ്രൊഡക്ഷൻ നടത്തും. ദിസ് ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറയുന്നത് ബീറ്റ സെൽസുകൾ ഓഫ് പാൻക്രിയാസിനെതിരെ സ്പെസിഫിക് ആയിരിക്കും. സോ അവര് ചെന്നിട്ട് ബീറ്റ സെൽസുകളിൽ വന്ന് അറ്റാച്ച്ഡ് ആകും. ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസിൽ ഈ ഓട്ടോ ആന്റിബോഡീസ് വന്ന് അറ്റാച്ച്ഡ് ആകും. വിച്ച് റിസൾട്ട് ഇൻ ദ ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിമെന്റ് സിസ്റ്റം. അതായത് ഈ ആന്റിബോഡീസിലേക്ക് കോംപ്ലിമെന്റ്സുകൾ വന്ന് അറ്റാച്ച്ഡ് ആകും, കോംപ്ലിമെന്റ് പ്രോട്ടീൻസസ്. ആൻഡ് ദിസ് കോംപ്ലിമെന്റ് പ്രോട്ടീൻസുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, എവിടെ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് കണ്ടാലും ആന്റിബോഡീസുകളെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ കോംപ്ലിമെന്റ്സുകൾ വന്നിട്ട് ആന്റിബോഡീസിന്റെ FC പോർഷൻസിൽ വന്ന് അറ്റാച്ച്ഡ് ആകും. ആൻഡ് ഓൾസോ ആന്റിബോഡി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റി, ദാറ്റ് ഈസ് ADCC, ആന്റിബോഡി ഡിപ്പെൻഡന്റ് സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റി ഇവിടെ നടക്കും. സോ അങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസിനകത്ത് സംഭവിക്കുന്നത്. സോ റിസൾട്ട് ഇൻ ദ കീറ്റോ അസിഡോസിസ്. ഓക്കെ, കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് കീറ്റോസിസ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് കീറ്റോൺസിന്റെ അക്യുമുലേഷൻ ആണ് കീറ്റോ അസിഡോസിസ്. ആൻഡ് ഓൾസോ ഇൻക്രീസ് യൂറിൻ പ്രൊഡക്ഷൻ വളരെ കൂടും. അപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. സോ യൂറിൻ പ്രൊഡക്ഷൻ കൂടും. ആൻഡ് ലേറ്റ് സ്റ്റേജസുകളിൽ റീനൽ ഫെയിലിയേഴ്സ്, ബ്ലൈറ്റ്നസ്, ഇതൊക്കെ ഇതിന്റെ വേറെ ഫീച്ചേഴ്സ് ആയിട്ട് വരും. സോ നെക്സ്റ്റ് വൺ ആണ് മയസ്തേനിയ ഗ്രാവിസ്. മയസ്തേനിയ ഗ്രാവിസിനകത്ത് കുറച്ച് നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് കുറച്ച് ഓട്ടോ ആന്റിബോഡീസുകൾ റിലീസ് ചെയ്യും. ഇതുവഴി പോയിട്ട് മോട്ടോറൈൻ പ്ലേറ്റ്സ് ഓഫ് മസിൽസുകളിൽ പോയിരിക്കും. സോ നോർമൽ സ്റ്റേജിൽ ന്യൂറോൺസുകളിൽ നിന്ന് അസ്റ്റോകോളിൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം റിലീസ് ചെയ്യും. സോ ആസ്റ്റോകോളിൻസ് വന്ന് മസിൽസുകളുടെ റിസപ്റ്റേഴ്സ് ഉണ്ട്, മസിൽസിൽ ആസ്റ്റോകോളിൻസിന് വേണ്ടി റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്ററിൽ വന്ന് അറ്റാച്ച്ഡ് ആകും, മസിൽസ് ആക്ടിവേറ്റഡ് ആകും, അവരവിടെ കാര്യങ്ങൾ നടത്തും. പക്ഷേ ഇവിടെ അസ്റ്റോകോളിൻസ് വന്ന് ഈ റിസപ്റ്ററിൽ ഇരിക്കുന്നതിന് പകരം ഈ ആന്റിബോഡീസുകൾ വന്ന് ഈ മസിൽസിൽ വന്നിരിക്കും, ഈ മസിൽസുകളുടെ റിസപ്റ്റേഴ്സിൽ വന്നിരിക്കും. സോ ഇവിടെ ആസ്റ്റോകോളിൻസിന് വന്ന് ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ഡീആക്ടിവേഷൻ ആയിരിക്കും നടക്കുന്നത്. സോ ഈ ഒരു കേസിൽ അസ്റ്റോകോളിൻസ് റിലീസ് ആവുന്നുണ്ട് ന്യൂറോൺസിൽ നിന്ന്, പക്ഷേ നമ്മുടെ മസിൽ സെൽസിനകത്ത് ആന്റിബോഡീസുകൾ വന്ന് അറ്റാച്ച്ഡ് ആയി. സോ ഈ ആന്റിബോഡീസുകൾ ഇവിടെ വന്ന് അറ്റാച്ച്ഡ് ആയി. ആ സമയത്ത് അസ്റ്റോകോളിൻസിന് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഇറങ്ങിപ്പോകും. ആന്റിബോഡീസുകളായിരിക്കും പകരം ഇവിടെ വന്നിരിക്കുന്നത്.
സോ ദിസ് ക്യാൻ ആക്ടിവേറ്റ് കോംപ്ലിമെന്റ്സ്. അപ്പോൾ ഇവിടെ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കോംപ്ലിമെന്റ്സ് ഓൾവേസ് ഒരു ആന്റിബോഡി ആന്റിജൻ കോംപ്ലക്സുകൾ കണ്ട ഒരു കോംപ്ലിമെന്റ്സ് ആന്റിബോഡീസുകൾ വന്ന് അറ്റാച്ച് ചെയ്യും. സോ ആന്റിബോഡികൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നവരാണ് കോംപ്ലിമെന്റ്സ്. സോ ഇവിടെ ഈ FC പോർഷൻസുകളിൽ കോംപ്ലിമെന്റ്സ് വന്ന് അറ്റാച്ച്ഡ് ആകും. സോ ഞാൻ ഇത് വലുതായിട്ട് വരയ്ക്കാം. സോ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് നമ്മുടെ ആന്റിബോഡീസിന്റെ FC പോർഷൻസിൽ കോംപ്ലിമെന്റ്സ് വന്നിരിക്കും C1 തൊട്ട് C9 വരെയുള്ള ആൾക്കാർ. ആൻഡ് C5 to C9 is called മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ്. സോ ഇവരിവിടെ വന്നിട്ട് മസിൽ സെൽസുകളിൽ ലൈസസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ക്യാൻ ലീഡ് ടു ദ സ്കെൽറ്റൽ മസിൽ വീക്കനിങ്. സ്കെൽറ്റൽ മസിൽസുകൾ വീക്കൻഡ് ആയി പോകാം, മസിൽസുകൾ വീക്കൻഡ് ആയിട്ട് പോകും. ഓക്കെ, വീക്കൻഡ് ആകും. ആൻഡ് മസിൽ സെൽസ് ഒക്കെ വീക്കൻഡ് ആയി പോയ ഈറ്റിംഗ്, മൂവ്മെന്റ് ഇതെല്ലാം തന്നെ ഇമ്പയർ ആയി പോകും. കാരണം എല്ലാ മസിൽസ്, നമുക്ക് എല്ലായിടത്തും മസിൽസിന്റെ ആക്ടിവിറ്റിയുടെ ആവശ്യം ഉണ്ടാകും. സോ ഇവിടെ എന്നും മസിൽസുകൾ ആക്റ്റീവ് ആവില്ല, എല്ലാം തന്നെ വീക്കായിട്ടിരുന്നാൽ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പോലും അവിടെ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരും. സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് മൈസ്റ്റേനിയ ഗ്രാവിസ്. സോ നമുക്കിതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അസ്റ്റോകോളിൻസിന്റെ അളവ് കൂട്ടുക, ആന്റിബോഡീസുകളെ അളവ് കുറയ്ക്കുക, ആൻഡ് റിമൂവൽ ഓഫ് ആന്റിബോഡീസ്. ഈ മൂന്നെണ്ണമാണ് ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ദാറ്റ്സ് ഓൺ മൈസ്തേനിയ ഗ്രാവിസ്. നെക്സ്റ്റ് വൺ സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് സിസ്റ്റമിക് ലൂപ്പസ് എരിത്രൈറ്റിസ്, SLE. സോ ഈ SLE അല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എരിത്രൈറ്റിസ്, ഇവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് DNA, ഹിസ്റ്റോൺസ്, RBC, പ്ലേറ്റ്ലെറ്റ്സ്, ലൂക്കോസൈറ്റ്സ്, ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സുകളിലാണ് ഈ സിസ്റ്റമിക് ലൂപ്പസ് എരിത്രൈറ്റിസ് ഫോക്കസ് ചെയ്യുന്നത്. ഇവർ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് RBCകളെയും പ്ലേറ്റ്ലെറ്റ്സുകളെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. സോ നമ്മൾ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ്സുകളെയും RBCകളെയാണ് ഈ ഒരു ഓട്ടോ ആന്റിബോഡീസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ ആന്റിബോഡീസുകൾ വന്നിട്ട് പ്ലേറ്റ്ലെറ്റ്സുകളിലും RBCകളിലും വന്ന് അറ്റാച്ച്ഡ് ആവുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആന്റിബോഡി ആന്റിജൻ കോംപ്ലക്സുകളെ കാണുമ്പോൾ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവിടെ കോംപ്ലിമെന്റ്സുകൾ ഓടിയെത്തും. സോ ഇവരിലെല്ലാം തന്നെ കോംപ്ലിമെന്റ്സുകൾ വന്ന് അറ്റാച്ച്ഡ് ആവും. ഫ്രം C1 to C4b, C2, C3, C5, C6, C7, C8, C9 മൾട്ടിപ്പിൾ C9 വന്ന് അറ്റാച്ച് ചെയ്യും. സോ ഇങ്ങനെ അവർ മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ് ഫ്രം C5 തൊട്ട് തുടങ്ങും. അങ്ങനെ RBCകൾ ലൈസ് ചെയ്ത് റിസൾട്ട് ഇൻ ദ ഹീമോലൈസിസ്. ഇൻ കേസ് പ്ലേറ്റ്ലെറ്റ്സുകളിലാണെങ്കിലും ഇങ്ങനെ കോംപ്ലിമെന്റ്സുകൾ വരും സ്റ്റാർട്ടിങ് ഫ്രം C1. സോ പ്ലേറ്റ്ലെറ്റ്സുകളുടെ FC പോർഷൻസിലും കോംപ്ലിമെന്റ്സ് വന്ന് അറ്റാച്ച്ഡ് ആവും. C1, C4, C2, C3, C5, C6, C7, C8, C9. C5 തൊട്ടുള്ളവരെ നമ്മൾ മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ് എന്ന് പറയും. ഈ പ്ലേറ്റ്ലെറ്റ്സുകളിൽ വിച്ച് ക്യാൻ ലീഡ് ടു ത്രോംബോസൈറ്റോപീനിയ. ഓക്കെ, ത്രോംബോസൈറ്റോപീനിയ അതാണ് പ്ലേറ്റ്ലെറ്റ്സുകളിൽ ഡീഗ്രേഡ് ചെയ്യണ വ്യവസ്ഥ. സോ RBCകളെയും പ്ലേറ്റ്ലെറ്റ്സുകളെയും അങ്ങനെ അവർ ഡിസ്ട്രോയ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് ലൈസസ് കൊണ്ടുവരുവാണ് ഇവർ ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ ആക്ടിവേറ്റ്, സോ ദിസ് ക്യാൻ ഓൾസോ ലീഡ് ടു ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. സോ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇവിടെ ആക്ടിവേറ്റഡ് ആകും. കുറച്ച് ബ്ലഡ് വാസ്കുലർ മെംബ്രെയിൻസുകളിൽ വാൾസുകളിൽ വന്നിട്ട് ആന്റിബോഡീസുകൾ അറ്റാച്ച്ഡ് ആകും. ഓട്ടോ ആന്റിബോഡീസുകൾ വന്ന് അറ്റാച്ച്ഡ് ആകും. സോ ദാറ്റ് ലീഡ് ടു ദ ദിസ് ക്യാൻ ലീഡ് ടു ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ ആക്ടിവേറ്റ് കോംപ്ലിമെന്റ്സ്. അപ്പോൾ ഇവിടെ വന്ന് കോംപ്ലിമെന്റ്സുകൾ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും. ആൻഡ് ദിസ് അറ്റാച്ച് ചെയ്ത് അവർ മെംബ്രെയിനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ ലീഡ് ടു മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സുകളെ അവർക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. C5 തൊട്ട് C9 വരെയുള്ള കോംപ്ലിമെന്റ്സുകളെയാണ് വി കോൾഡ് ഇറ്റ് ആസ് മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ്. ആൻഡ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആൾക്കാരാണ് മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദർ റിസൾട്ട് ഇൻ ദ ലൈസിസ് ബൈ മേക്കിംഗ് പോർസസ് ഓൺ ദ വാൾസ്. അവർ പോറുകൾ ഫോം ചെയ്താണ് ലൈസിസ് നടത്തുന്നത്. സോ ഇറ്റ് ഇസ് എ വെരി ക്രൂവൽ ടൈപ്പ് ഓഫ് കില്ലിംഗ്. ഓക്കെ, സെക്കൻഡ് ഇവർ C3A ആൻഡ് C5A ആക്ടിവേറ്റ് ചെയ്യും. C3A ആൻഡ് C5A വിച്ച് ഓൾസോ കോൾഡ് അനഫിലോടോക്സിൻസ്. അപ്പോൾ ഈ മെംബ്രെയിൻ കോംപ്ലിമെന്റ്സുകളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കുറച്ച് അനഫിലോടോക്സിൻസ് ആണ് C3A ആൻഡ് C5A. സോ ഇവരും വന്നിട്ട് ഈ മെംബ്രെയിൻസുകളിൽ വന്ന് അറ്റാച്ച്ഡ് ആവും. അവരും C3A C5A റിസപ്റ്റേഴ്സ് ഉണ്ടാകും. സോ C3A C5As വന്ന് മെംബ്രെയിൻസിൽ വന്നിരിക്കും. ആൻഡ് ഓൾസോ ഈ ന്യൂട്രോഫിൽസുകളിൽ നമ്മുടെ ഈ ബ്ലഡ് വെസൽസുകളിൽ ന്യൂട്രോഫിൽസുകൾ ഓടിയെത്തും.
ഓക്കെ, ന്യൂട്രോഫിൽസ് ഓടി വന്ന് ഇവിടെ വന്ന് ഇരുന്ന് അവരവരുടെ ലൈസസ് നടത്തി അവരുടെ ഉള്ളിനകത്തുള്ള ലൈറ്റിക് എൻസൈംസുകളെ പുറത്ത് ചടിച്ച് അവിടെ വേറെ ഒരു ഡാമേജ് നടത്തും. സോ ദിസ് ഓൾ പ്രോസസ് ലാസ്റ്റ് റിസൾട്ട് ഇൻ ദ വൈഡ് സ്പ്രെഡ് ടിഷ്യൂ ഡാമേജ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ദ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മെയിനായിട്ട് ഒരു 40 to 60 ഏജസ് ഉള്ള വുമൻസിൽ കണ്ടുവരുന്നതാണ്. ആൻഡ് ഇതിന്റെ മേജർ സിംറ്റം എന്ന് പറയുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ ടു ജോയിൻസ് ആണ്. ക്രോണിക് ഇൻഫ്ലമേഷൻ ടു ജോയിൻസ്. ഓക്കെ, ജോയിൻസുകളിലെ ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരാൾക്ക് അവരുടെ ഹാർട്ട് അടിച്ചു പോകും. ദാറ്റ് ക്യാൻ ബി റിസൾട്ട് ഇൻ ദ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആൻഡ് ഹെമറ്റോളജിക്കൽ പ്രോബ്ലംസ്. ഇതെല്ലാം തന്നെ ലീഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഒരു ഇൻഡിവിജ്വലിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ റിലീസ് സം auto antibodies. This auto antibodies is called as rheumatoid factor. ഇതിനെ നമ്മൾ റൊമറ്റോയ്ഡ് ഫാക്ടർ എന്നും വിളിക്കുന്നുണ്ട്. ഈ റൊമറ്റോയ്ഡ് ഫാക്ടർ അല്ലെങ്കിൽ ഈ ഓട്ടോ ആന്റിബോഡീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇവര് ചെന്നിട്ട് ഈ ആന്റിബോഡീസുകൾ വന്നിട്ട് IgG ആന്റിബോഡീസുകളുടെ FC പോർഷൻസിൽ വന്ന് അറ്റാച്ച്ഡ് ആവും. സോ ഇതൊരു ആന്റിബോഡി ടു ആന്റിബോഡി ആണ്, അതായത് ആന്റിബോഡി സ്പെസിഫിക് ഫോർ ദ ആന്റിബോഡി ആണ്. ഐ റിപ്പീറ്റ്, ആന്റിബോഡീസ് സ്പെസിഫിക് ഫോർ ദ ആന്റിബോഡീസ്. ആൻഡ് ദിസ് റൊമറ്റോയ്ഡ് ഫാക്ടർ, ഈ റൊമറ്റോയ്ഡ് ഫാക്ടർ എന്ന് പറഞ്ഞ ഈ ഈ റൊമറ്റോയ്ഡ് ഫാക്ടർ വി കോൾഡ് ഇറ്റ് ആസ് IgM. ഓക്കെ, സോ ഈ ആന്റിബോഡി എന്ന് പറയുന്നത് IgM ആണ്. ഈ ആന്റിബോഡീസ് വന്നിട്ട് IgGയുടെ ആന്റിബോഡീസുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ദിസ് ആന്റിബോഡി എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇതല്ല, അവർ പെൻഡാമറിക് സ്ട്രക്ചറാണ്. 5 ആന്റിബോഡികളെ J ചെയിൻ ഫോം ചെയ്തിട്ടുള്ളൊരു ആന്റിബോഡിയാണ്. സോ അങ്ങനത്തെ ഒരു ആന്റിബോഡി വന്നിട്ട് ഇവരുടെ FC പോർഷൻസിൽ വന്ന് അറ്റാച്ച്ഡ് ആകും. ഫോർ അങ്ങനെ സ്ട്രക്ചർ ഇവിടെ ഇടാം. സോ അങ്ങനെ ഒരു ആന്റിബോഡി വന്ന് ഇവരുടെ ഫോർ ദ കൺവീനിയൻസ് ഞാൻ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒരു 5ഓളം ആന്റിബോഡീസ് ആക്ച്വലി. സോ ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ ഇരിക്കും. സോ അതിൻ്റെ FC പോർഷൻസിൽ ഒരു പെൻഡാമെറിക് ആയിട്ടുള്ള IgM ആന്റിബോഡീസുകൾ വന്ന് അറ്റാച്ച്ഡ് ആകും. സോ ദിസ് ഇസ് കോൾഡ് ആന്റിബോഡി സ്പെസിഫിക് ഫോർ ദ ആന്റിബോഡി ആണ്. ആൻഡ് ദിസ് IgM IgG കോംപ്ലക്സ് എന്ന് പറയുന്നത്, സോ ഇവിടെ ഫോം ചെയ്തേക്കുന്ന കോംപ്ലക്സ് ഇസ് കോൾഡ് IgM IgG കോംപ്ലക്സ്. ആൻഡ് ദിസ് കോംപ്ലക്സ് can activate complements. ഇവിടെ എന്ത് ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്താൽ അപ്പം തന്നെ ആര് വരും? കോംപ്ലിമെന്റ്സ് വരും. സോ ഇവിടുത്തെ IgM, that is the auto antibody, rheumatoid factor എന്ന് അറിയപ്പെടുന്ന ആന്റിബോഡി come and attach with the another antibody. So ഈ IgM IgG കോംപ്ലക്സ് ഇവർ ചെന്നിട്ട് ജോയിന്റ്സുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ ജോയിന്റുകളിൽ വന്നിട്ട് ഈ കോംപ്ലക്സ് ഡെപ്പോസിറ്റ് ചെയ്യും. സോ ദിസ് IgM IgG കോംപ്ലക്സ് വന്നിട്ട് നമ്മുടെ ജോയിന്റ്സുകളിൽ വന്ന് attached ആവും, deposited ആവും. And ഇവിടെ synovial fluid ഉണ്ട്, അപ്പോൾ ഇവിടെ വന്ന് ഇവര് deposit ആവും. And this can lead to the activation of complements. ഇവരിവിടെ കോംപ്ലിമെന്റ്സുകളെ ആക്ടിവേറ്റ് ചെയ്യും. കോംപ്ലിമെന്റ്സ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ക്യാൻ ലീഡ് ടു ദ ലൈസിസ് ഓഫ് ദ പർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ ഇവിടെ ഇവർ അറ്റാച്ച് ചെയ്തേക്കുന്ന ജോയിൻസുകളിലാണെങ്കിൽ കോംപ്ലിമെന്റ്സിന് വന്ന് ജോയിൻസുകളെ ലൈസിസ് നടത്താം. ആൻഡ് ദേ ക്യാൻ ആക്ടിവേറ്റ് ടൈപ്പ് 3 hypersensitivity. And this type 3 hypersensitivity can lead to chronic inflammation. നമ്മൾ ആദ്യം പറഞ്ഞ ഏറ്റവും മേജർ സിംറ്റം chronic inflammation. So that's the beauty of rheumatoid arthritis. And ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ്സ് that can reduce the inflammation. And also മെയിൻ ആയിട്ടുള്ളൊരു ഡ്രഗാണ് which is called NSAID. That is the non-steroidal ആയിട്ടുള്ള anti-inflammatory drug, non-steroidal anti-inflammatory drug, that is NSAID. സോ ഈ ഒരു ഡ്രഗ് കൊടുക്കാം, അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കാം. ഇതൊക്കെ ഇതിന് റെമറ്റോയ്ഡ് ഫാക്ടേഴ്സുകളെ കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോഇമ്മ്യൂണിറ്റി ആണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഓർ MS. സോ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഓർ MS എന്ന് പറയുന്നത് വേറൊരു ഓട്ടോ ആൻറ്റിബോഡിയാണ്. സോ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓട്ടോ റിയാക്റ്റീവ് ആയിട്ടുള്ള T സെൽസുകൾ വന്നിട്ട് ഈ മൈലിൻ ഷീറ്റിൻ്റെ സർഫസിൽ വന്നിരിക്കും. സോ ഇവർ വന്നിട്ട് നമ്മുടെ മൈലിൻ ഷീറ്റിൻ്റെ സർഫസിൽ വന്നിരിക്കും. ആൻഡ്
സോ ഈ ഒരു നെർവസ് സിസ്റ്റം വിച്ച് ക്യാൻ ബി സീൻ അവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ദാറ്റ് ഈസ് ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തുള്ള ന്യൂറോൺസുകളിലാണ്, അവരുടെ മൈലിൻ ഷീറ്റിലാണ് ഈ ഓട്ടോ റിയാക്റ്റീവ് ആയിട്ടുള്ള T സെൽസുകൾ വന്ന് അറ്റാച്ച്ഡ് ആവുന്നത്. ആൻഡ് വിച്ച് ക്യാൻ ലീഡ് ടു ഇൻഫ്ലമേറ്ററി ലെഷൻസിലായിരിക്കും. And this can lead to some neurological disorders such as loss of vision, paralysis, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നോർമൽ ഫങ്ഷൻ ഓഫ് നെർവ് സിസ്റ്റം എന്താണ്? ഇൻസുലേഷൻ കൊടുക്കുക, നെർവ് ഫൈബേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മൈലിൻ ഷീറ്റുകളുടെ പരിപാടി. പക്ഷെ ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു മൈലിൻ ഷീറ്റ് അവർക്ക് ഫങ്ഷൻസ് ഡിസ്ഫങ്ഷൻ ആണ് ലീഡ് ചെയ്യുന്നത്, പാരലൈസിസ്, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് അത് ലീഡ് ചെയ്ത് പോകും. So that is in the case of multiple sclerosis. Thank you for watching and bye guys.